മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം അറബിക് നാടക മത്സരത്തിലെ വിധി നിർണയത്തിൽ വൻ ക്രമക്കേട്. മാർക്ക് ലിസ്റ്റ് വെട്ടിത്തിരുത്തി ഒന്നാം സ്ഥാനത്തെത്തിയ ടീമിനെ രണ്ടാമതാക്കി. ക്രമക്കേടുണ്ടെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി എടപ്പാൾ പോട്ടൂർ മോഡേൺ HS സ്കൂളിന് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകി. കഴിഞ്ഞ നവംബർ അവസാനം വണ്ടൂരിൽ നടന്ന ജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം അറബിക് നാടക മത്സരത്തിന്റെ മാർക്ക് ലിസ്റ്റാണിത്. ഒന്നാം സ്ഥാനം നേടിയ PPM ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുകരയ്ക്ക് 280 പോയിന്റാണ് ലഭിച്ചത്. ഇതിൽ ഒരു വിധികർത്താവ് നൽകിയ 88 പോയിന്റ് വെട്ടിത്തിരുത്തി 93 ആക്കി എന്നത് മാർക്ക് ലിസ്റ്റിൽ നിന്ന് വ്യക്തം. വെട്ടിത്തിരുത്തലില്ലായിരുന്നെങ്കിൽ 277 പോയിന്റുള്ള പേട്ടൂർ മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമതെത്തേണ്ടത്. ആ സമയത്ത് തന്നെ അപ്പീൽ നൽകിയെങ്കിലും കലോത്സവ കമ്മിറ്റി തള്ളി. പിന്നീട് വിവരാവകാശ പ്രകാരം മാർക്ക് ലിസ്റ്റ് വാങ്ങി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഫിഗറിൽ എഴുതിയതും വേർഡ്സിൽ എഴുതിയതും കൃത്യമായി വരച്ചുകൊണ്ട് അത് 93 പോയിന്റ് ആക്കുകയും ചെയ്തു. അങ്ങനെ ഇതേ തുടർന്ന് ഞങ്ങൾ ആ ഒരു സ്കോർ ഷീറ്റുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത് കൃത്യമായ അനീതി നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വ്യക്തമാക്കുകയും അതേ പ്രകാരം ഹൈക്കോടതി അതിൻ്റെ മാനദണ്ഡം പരിശോധിക്കുകയും കൃത്യമായി ഞങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തു. ക്രമക്കേടുണ്ടെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് അനുമതി നൽകി. ഇന്നാണ് സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം അറബിക് നാടക മത്സരം നടക്കുന്നത്. നമ്മളിവിടുന്ന് പോകുമ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ നല്ല നാടകമാണ്, നല്ല രീതിയാണ് എല്ലാവരും കളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടുന്നൊരു പ്രതീക്ഷ ഉള്ളിണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പോയി ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നു കയറിയത്. ലാസ്റ്റ് നാടകം ഒരു 1:30-2 മണിക്കാകുമ്പോഴാണ് കയറിയത്. ആ ടൈമിൽ കയറിയപ്പോൾ ഞങ്ങൾ കളിച്ചിറങ്ങി. പക്ഷേ ഒരിക്കലും ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു തിരിമറി നടക്കുന്നൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മത്സരിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടിയാൽ പോലും ടീമിന് ഗ്രേസ് മാർക്ക് ലഭിക്കില്ല. ക്രമക്കേട് പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. മീഡിയ 1 മലപ്പുറം.